അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബിങ്ങളെ, ബഷീർ ഫൈസി ദശമംഗലമാണ്. മാഷാ അല്ലാഹ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശതാബ്ദി സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളിലും മാത്രമല്ല, രാജ്യാതിർത്തികളെ ഭേദിച്ചുകൊണ്ട് പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സമ്മേളനത്തിൻ്റെ ഭാഗമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഇതിനകം പെട്ട ഒരു ജാരിയായ സ്വതക്കയുടെ മാർഗമാണ് തഹിയ. ചിലരെങ്കിലും കരുതിയിട്ടുള്ളത് തഹിയ സമ്മേളനത്തിൻ്റെ ചെലവുകൾക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സമാഹരണമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതോടൊപ്പം ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി സമസ്ത മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ വൈജ്ഞാനിക സംരംഭമുണ്ട്. ഇപ്പോൾ തന്നെ തുടർ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടിലെ പിന്നോക്ക പ്രദേശങ്ങളിൽ 4 സ്ഥാപനങ്ങൾ മതവിജ്ഞാന രംഗത്ത് തമിഴ് മക്കൾക്ക് അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലാക്കാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വലിയ പ്രൊജക്റ്റാണ് എഡ്യൂസിറ്റി എന്ന പേരിൽ ഒരു വലിയ ക്യാമ്പസ് സൗകര്യത്തോടുകൂടി വരാനിരിക്കുന്ന നമ്മുടെ തലമുറകൾക്ക് മതഭൗതിക വിജ്ഞാനത്തിൻ്റെ നവജാഗരണത്തിൻ്റെ കൊടി പറത്താൻ പോകുന്ന ഒരു വലിയ സംരംഭമാണ് എഡ്യൂസിറ്റി. അതോടൊപ്പം ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി 11,001 ഇസ്ലാമിക പ്രവർത്തകരെ, അതായത് ദാഴികളെ പുറത്തിറക്കാൻ പോവുകയാണ്. എല്ലാ അർത്ഥത്തിലും അവരുടെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ട് മതകീയവും ബൗദ്ധികവുമായ ജ്ഞാനോദയങ്ങൾ സിദ്ധിച്ച ഒരു പണ്ഡിത വ്യൂഹമായി, ദായികളായി നമ്മുടെ ഗ്രാമങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീന് പ്രചരിപ്പിക്കാൻ കഴിയുന്ന, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഗ്രാമങ്ങളിൽ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനേതരമായ സ്ഥലങ്ങളിൽ, മറ്റു സംസ്ഥാനങ്ങളുടെ ഗ്രാമങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വെളിച്ചം കിട്ടാതെ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന, ഇസ്ലാമിക് പ്രൊപ്പഗേഷൻ്റെ സ്കില്ലുള്ള, എല്ലാ അർത്ഥത്തിലും ഭാഷാ നൈപുണ്യമുള്ള, ജ്ഞാനമുള്ള ഒരു സംഘത്തെ കൂടി വാർത്തെടുക്കാൻ പോവുകയാണ്. മറ്റാരും ചിന്തിക്കാത്ത രീതിയിലാണ് സമസ്തയുടെ മഹാന്മാരായ ഉസ്താദുമാർ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഒരു 100 നൂറ്റാണ്ട് പിന്നിട്ട ഒരു സംഘടന എന്തു ചെയ്തു എന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടി വരും കാലത്തെ തലമുറയ്ക്ക് വേണ്ടി വെളിച്ചം പകരുന്ന പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനൊരു കൈത്താങ്ങായിട്ടാണ് തഹിയ എന്ന് പറയുന്ന സാമ്പത്തിക സമാഹരണം നടക്കുന്നത്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇത് കേവലം ഒരു സദഖയല്ല, അസ്സദഖത്തുൻ ജാരിയയാണ്. നമ്മൾ മരണപ്പെട്ടു പോയാലും, നൂറ്റാണ്ടുകൾ ഇനി കടന്നുപോയാലും, നമ്മുടെ കബറിടത്തിലേക്ക്, നമ്മുടെ ആരുടെ പേരിലാണോ ഹദിയ ചെയ്യുന്ന ആ മാതാപിതാക്കളുടെ വേണ്ടപ്പെട്ടവരുടെ കബറിടത്തിലേക്ക് ഈ സംവിധാനം നിലനിൽക്കുന്ന കാലത്തോളം അതിൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒന്ന് ചേർന്ന് നിൽക്കൂ. നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ തഹിയയുടെ ആപ്പിലൂടെയോ അതല്ലാതെയോ ചെറുതോ വലുതോ സംഖ്യകൾ നൽകി ഓരോരുത്തരും അവരുടെ കഴിവിൻ്റെ രീതി പരമാവധിയിൽ തഹിയയുടെ ഭാഗമാകണം, ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാകണം. ഓർക്കുക, ഞാനോ നിങ്ങളോ സഹായിച്ചിട്ടില്ലെങ്കിലും തഹിയ അത് വലിയ വിപ്ലവമായി വിജയിക്കുക തന്നെ ചെയ്യും. പക്ഷേ നമ്മളതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. ഇതിനെ സഹായിക്കുന്നവരെ അല്ലാഹു സഹായിക്കട്ടെ. ഓർക്കുക, തഹിയ അതിനെ ചേർത്ത് പിടിക്കുക. അസ്സലാമു അലൈക്കും.